മെയിൻലി നമ്മുടെ സ്കിന്നിൽ നോർമൽ ആയിട്ടുള്ള എന്താ പറയാ ഫംഗൽ ആക്നീസ് ഉണ്ട്. ആ ഫംഗൽ ആക്നീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. അതാണ് സൺഫ്ലവർ സീഡ് ഓയിൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീറ്റപ്പത്മീന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരുന്നത് ഞാൻ ഒരു 5 മാസം മുന്നേ വാസ്ലിൻ ഗ്ലൂട്ടാഹയ ഡോയി റേഡിയൻസിന്റെ 4 മാസം മുന്നേ ഫ്ലോലെസ് ഗ്ലോയുടെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോർട്സ്, അത് യൂസ് ചെയ്യുന്നൊരു ഷോർട്സ് ഞാൻ പർച്ചേസ് ചെയ്തു, ഇന്ത്യയിൽ പർച്ചേസ്. പിന്നെ അതിൽ മറ്റേ ഫ്ലോലെസ് ഗ്ലോ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സ്കിന്നിന്റെ ഡിഫറൻസിന്റെ ഒരു ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടിൻ്റെയും കൂടെ കമ്പാരിസൺ വീഡിയോ ഉടനെ ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴും ആ ഫ്ലോലെസ് ഗ്ലോയുടെ വീഡിയോസിന് വ്യൂസ് കയറുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇന്ന് എനിക്കൊരു കുട്ടി വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഏതാ നല്ലതെന്ന് എന്തോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡിസൈഡ് ചെയ്തത്, ഓക്കെ ഇതിന്റെ വീഡിയോ ചെയ്യാന്ന്. അപ്പൊ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഇതാണ് ആ 2 ഐറ്റംസ്. ഇത് ഡോയി റേഡിയൻസ് പിങ്ക് കളർ ഉള്ളത്, ഇത് ഫ്ലോലെസ് ഗ്ലോ. എന്നാൽ ഞാനിതൊരു 2 മാസം മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ആണ് ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ 2 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഇതിപ്പം ഞാനും അച്ഛനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കോലം കണ്ടാൽ അറിയാലോ അമ്മയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാനിത് ഫേസിൽ മാത്രമേ യൂസ് ചെയ്യുന്നത്. അമ്മ ഇത് ബോഡിയിലും ഒക്കെ ഫേസിലും ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ ഞാനിത് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ അമ്മ ഇത് ഒത്തിരി യൂസ് ചെയ്യുന്ന കൂട്ടത്തില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയുടെ സ്കിൻ കണ്ടറിയാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒരു ബ്ലൂപ്പർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു കോമഡി വീഡിയോ പോലത്തെ. അപ്പൊ അതിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ സ്കിൻ നല്ല റേഡിയന്റ് ആയിട്ട് അധികം സ്പോട്സ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്താൽ മതിയാവും. ഞാൻ പറയാൻ കാരണമുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കിടക്കുമ്പോൾ കാണാം. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്കിന് നെക്കിയാ വരാനുള്ളതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നമ്മുടെ ഫ്ലോലെസ് ഗ്ലോയും ഇത് ഡോയി റേഡിയൻസും. കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ ഫ്ലോലെസ് ഗ്ലോ, ഇത് ഡോയി റേഡിയൻസ്. ഡോയി റേഡിയൻസ് കുറച്ചുകൂടി അങ്ങ് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫ്ലോലെസ് ഗ്ലോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തിക്ക് ഫോർമുല ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി മാത്രമാണ്, അല്ലാതെ ഇത് രണ്ടും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്ക് ഫോർമുലയും ഇത് കുറച്ചുകൂടി ലൈറ്റും ആണ്. ഇതിന് കുറച്ചുകൂടി ഭയങ്കര ഫ്രേഗ്രൻസ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അധികം അങ്ങനെ സ്മെല്ലില്ല. അധികം സ്മെൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ബെറ്റർ ആണ്. പിന്നെ ഇതിന്റെ മെയിൻ കാര്യത്തിലോട്ട് വരാം. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റെറ്റിനോൾ ആണുള്ളത്, ബട്ട് ഇതിൽ നിയാസിനാമൈഡ് ആണുള്ളത്. ഇത് രണ്ടാണ് ഡിഫറൻസ് പറയുന്നത്. രണ്ടും നല്ലതാണ്. റെറ്റിനോൾ ഞാൻ 20s ലേറ്റ് 20s ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. പക്ഷെ ഇത് നിയാസിനമൈഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. റെറ്റിനോൾ ആണ് കുറച്ചുകൂടി സ്കിൻ എക്സ്ഫോലിയേറ്റ് ഒക്കെ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിയാസിനമൈഡിനെക്കാളും. രണ്ടും ബെറ്റർ ഓപ്ഷൻസ് ആണ്. രണ്ടും സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. രണ്ടിലും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടാതയോൺ, ഗ്ലൂട്ടാ ഗ്ലോ ഉണ്ട്, ഹൈലറോൺ ഉണ്ട്. ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോൺ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗ്ലൂട്ടാതയോൺ ഉണ്ട് രണ്ടിലും. ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു ആസിഡാണ്. നമുക്ക് നല്ല സ്കിന്നിനൊക്കെ നല്ല ഹൈഡ്രേഷൻ തരുന്നൊരു ആസിഡാണ് ഹൈലറോണിക് ആസിഡ്. അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോൺ ഞാൻ പറയുന്നല്ലോ സ്കിൻ ബ്രൈറ്റനിങ് അതിന് വേണ്ടി മെയിനായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ട് വരുന്ന കാര്യമാണ് ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ. അങ്ങനെയൊക്കെ അത്രയ്ക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇഞ്ചക്ഷൻ പോലെ നടക്കുന്നത് കണ്ടൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ മാത്രം ചെയ്യുമ്പോഴത്തേക്കിന് ഇത് അത്ര എമൗണ്ട് ഓഫ് ഇതിൽ വേറെ കുറെ ഡിഫറെന്റ് കണ്ടൻസ് ഉണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം, കമ്പയർ ചെയ്യുമ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എൻ്റെ കുറച്ചുകൂടി ഈവൻ ആയിട്ടുള്ള ടാൻഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ, കുറച്ച് ഡാർക്ക് സ്പോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളും ടാൻ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് ഇതാണ് ബെറ്റർ എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള സ്കിന്നുള്ള അല്ല, എൻ്റെ അമ്മയെ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിന്നാണ്. പക്ഷെ കുറച്ച് പ്രൊട്ടക്ഷനും കുറച്ച് അത്യാവശ്യം രീതിയിൽ മോയ്സ്ചറൈസിങ്ങും ഹൈഡ്രേറ്റിങ്ങും അതുപോലെ സ്കിൻ ഗ്ലോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. കാരണം ഡോയി റേഡിയൻസിൽ നിയാസിനമൈഡ് ആണ് ഉള്ളത്. അത് മാത്രമല്ല റേഡിയന്റ് ആയിട്ടുള്ള സ്കിന്നിന് ഇതായിരിക്കും ബെറ്റർ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഇത് കൊടുക്കാതെ ഞാൻ രണ്ടും എൻ്റെ കൈ വെച്ചോണ്ടിരുന്ന സമയത്ത് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യായിരുന്നു. ചിലപ്പോൾ രാവിലെ ഇതിനും രാത്രി ഇതിനും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഇതിനും രാത്രി ഇതിനും, അങ്ങനെ ഞാൻ റാൻഡം ആയിട്ട് മാറി ഇട്ടോണ്ടിരുന്ന സമയത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് മൊത്തം കുരു വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, രണ്ടും കൂടെ യൂസ് ചെയ്താൽ. പക്ഷേ ഈ പ്രൊഡക്റ്റിന്റെ ഓണേഴ്സ് വാസ്ലിൻ ആൾക്കാർ പറയുന്നത് രണ്ടും യൂസ് ചെയ്യാന്നാണ് തോന്നുന്നു. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് വല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ ഇല്ല. എനിക്കതുകൊണ്ട് സ്കിൻ ഇറിറ്റേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിൽ രണ്ടിലും UVA ആൻഡ് UVB ഉണ്ട്, രണ്ടിലും ഉണ്ട് എന്ന് പറഞ്ഞ് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോയത്. സൺസ്ക്രീൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യരുത്. കാരണം അതുപോലത്തെ വെയിലും ചൂടും ഒക്കെയാണ്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്താലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് സൈഡ് നോക്കുവാണെങ്കിൽ, ഞാനാണെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കി സിലിക്കൺ ഫ്രീ ആണോ പാരബിൻ ഫ്രീ ആണോ അങ്ങനെ ഞാൻ നോക്കി യൂസ് ചെയ്യാറില്ല. ഞാൻ വാങ്ങും, എനിക്ക് വേണ്ട കണ്ടന്റ്സ് ഉണ്ടോ നോക്കും. യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്യും. സിലിക്കൺസോ പാരബിൻസോ ഉണ്ടോന്നൊന്നും ഞാൻ വലിയ ബോധമല്ല. അങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി സേഫ് ആണെന്ന് നോക്കി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെയിൻലി നമ്മുടെ സ്കിന്നിൽ
നോർമൽ ആയിട്ടുള്ള എന്താ പറയാ ഫംഗൽ ആക്നീസ് ഉണ്ട്. ആ ഫംഗൽ ആക്നീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. അതാണ് സൺഫ്ലവർ സീഡ് ഓയിൽ. എനിക്ക് കുഴപ്പം എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാത്തിൻ്റെ അകത്തും ഇങ്ങനെ മൈൽഡായിട്ട് കാണും. ഭയങ്കര മൈൽഡായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു ലിസ്റ്റിൻ്റെ അത് നോക്കിയിട്ട് എനിക്ക് ഡിഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനത് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ പാരബിൻ ഉണ്ട്, മിഥൈൽ പാരബിനും പ്രൊപ്പൈൽ പാരബിനും. 2 പാരബിൻസും ഉണ്ട്, രണ്ടിലും ഉണ്ട്. അതിന് സിലിക്കൺസ് ഉണ്ട്, പിന്നെന്താ ട്രൈ മീഥൈൽ അനാമിൻ, ഐ തിങ്ക് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിന് തന്നെ കോഡ്മോജനിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ചിലപ്പം പാരബിൻ സിലിക്കൺ ഫ്രീസ് ഒക്കെ ഉള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. എനിക്കിത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 5 months ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ഓവറോൾ കാര്യം. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം, ഇതാണ് നിങ്ങളുടെ കുറച്ച് ഈവൻ ടാൻഡ് ഒക്കെ സ്കിൻ ടോൺ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. ഇതിൽ മെയിൻ ആയിട്ട് റിറ്റിനോൾ ആണ് ഉള്ളത്. അല്ല നിങ്ങളുടെ റേഡിയന്റ് കുഴപ്പമില്ല, അത്യാവശ്യം പക്ഷേ ഒരു മോയ്സ്ചറൈസിങ്ങും ഹൈഡ്രേറ്റിങ്ങും അത്യാവശ്യം ലൈറ്റനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, സ്കിൻ ലൈറ്റനിങ് ഒക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഡൂയി റേഡിയൻസ് ഇതിൽ പിന്നെ നിയാസിനമൈഡ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ കണ്ടു ഇതിന്റെ ഒരു നൈറ്റ് റേഡിയൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിന്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അത്യാവശ്യം ഇതിനെപ്പറ്റി ഒരു ബേസിക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പ്രിഫർ ചെയ്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ എന്റെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ അമ്മയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും സ്കിൻ ടോണും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്ക് യൂസ് ചെയ്യുമ്പോഴും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് എന്താ പറയുക എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കി. ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പിങ്ങും അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു.